കനത്ത മഴയിൽ ചോർന്നൊലിച്ച് കലൂർ സ്റ്റേഡിയം. നവീകരണത്തിൽ സർവത്ര വീഴ്ചയാണ്. പുതിയതിനു പകരം പഴയ ചെയറിൽ പെയിന്റ് അടിച്ചു. മേൽക്കൂരയുടെ നിർമ്മാണവും തട്ടിക്കൂട്ടാണ്. കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്ന കലൂർ സ്റ്റേഡിയമാണ് നമ്മൾ കാണുന്നത്. കോടികൾ ചെലവഴിച്ചുള്ള നവീകരണം അത് ഒരു തരത്തിലും സ്റ്റേഡിയത്തിൻ്റെ ഗുണകരമായ രീതിയിൽ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. നവീകരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സംസാരിക്കുന്ന ദൃശ്യങ്ങളായി തന്നെ നമുക്കിതിനെ കാണാം. ഇന്നലെ പെയ്ത ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിച്ചിരിക്കുകയാണ് സ്റ്റേഡിയം. പുതിയതിന് പകരം പഴയ ചെയറിൽ തന്നെ പെയിന്റ് അടിച്ച നിലയിലാണ് സ്റ്റേഡിയം ഉള്ളത്. ഇപ്പോൾ മേൽക്കൂരയുടെ നിർമ്മാണത്തിലാണ് ഏറ്റവും വലിയ അപാകത ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മേൽക്കൂര തകർന്ന് അവിടേക്ക് വെള്ളം ശക്തിയായി പ്രവഹിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. തട്ടിക്കൂട്ട് നവീകരണമാണ് അവിടെ നടന്നത് എന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആദ്യത്തെ മഴയിൽ തന്നെ ചോർന്നൊലിക്കുകയാണ് സ്റ്റേഡിയം. നവീകരണത്തിലെ വലിയ പാളിച്ചയാണോ ഇതിലൂടെ മനസ്സിലാകുന്നത്? രേണുക, അങ്ങനെ വേണം പറയാൻ. അതായത് നവീകരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് കലൂർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ നമുക്കറിയാം. ഇന്നലെ ഒരു 9 മണിക്ക് തുടങ്ങിയ മഴ രാത്രി 12 മണി വരെ നീളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ അളവിലാണ് വെള്ളം സ്റ്റേഡിയത്തിലേക്ക് വീണത്. ചോർന്നൊലിക്കുന്ന സാഹചര്യം തന്നെയാണ്. നവീകരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ളതാണ് വിലയിരുത്തൽ. അതുമാത്രമല്ല, പുതിയതിന് പകരം പഴയ ചെയറിൽ പെയിന്റ് അടിച്ചു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ആരോപണം. സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയുടെ നിർമ്മാണം തട്ടിക്കൂട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത് വലിയ തരത്തിലാണ് മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം സ്റ്റേഡിയത്തിലേക്ക് ചോർന്നു വരുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ള ആരോപണം ശക്തമാണ്. ഈ സ്റ്റേഡിയം നിർമ്മാണവുമായും സ്റ്റേഡിയത്തിൻ്റെ നവീകരണവുമായും ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചു നൽകുന്ന പുതുക്കി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ നവീകരണത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ വീഴ്ചയാണ് നവീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഒരു മഴ പെയ്തപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രേണുക, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.